യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ജോസഫ് മോർ ഗ്രിഗോറിയസ് കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും ഇന്ന് കൊച്ചിയിൽ നടക്കും. വൈകിട്ട് 3:30 സഭാകേന്ദ്രമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. സാരംഗ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സാരംഗ്, ഏത് രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ഇത് സംബന്ധിച്ച്? തീർച്ചയായും വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ ചടങ്ങുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതായത് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ മാർ ബസോലിയസ് ജോസഫ് കാത്തോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ചടങ്ങുകളും അതുപോലെ തന്നെ ശുശ്രൂഷയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ചടങ്ങുകളും മറ്റ് ചടങ്ങുകളൊക്കെ ഇന്ന് നടക്കും. കൊച്ചിയിലാണ് നടക്കുന്നത്. സഭ ആസ്ഥാന കേന്ദ്രമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 ബാവ ഇത്തരത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം അദ്ദേഹത്തെ വലിയ ആഘോഷങ്ങളോടെ സ്വീകരിക്കാനാണ് നിലവിൽ സഭാ വിശ്വാസികളും അതുപോലെ തന്നെ അധികൃതരും അധികാരികളും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും വലിയ ആഘോഷങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരുപാട് വിശ്വാസികൾ ഇന്ന് അണിചേരും. ഈ സഭാ കേന്ദ്രത്തിൽ നിരവധി വിശ്വാസികളും അതുപോലെ തന്നെ വൈദികരും സഭയുമായി ബന്ധപ്പെട്ട മറ്റു ആളുകൾ വിശ്വാസികൾ അതുപോലെ തന്നെ ഈ മെത്രാപ്പോലിത്തകൾ അതുപോലെ തന്നെ സഭയുടെ മേലധികാരികൾ അങ്ങനെയുള്ള എല്ലാ ആളുകളും ഇത്തരത്തിൽ ഈ ചടങ്ങിൽ ഇന്ന് നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് ഈ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ ഒരു വിപുലമായ രീതിയിലാണ് ബാവയെ സ്വീകരിക്കുന്നത്. അതായത് പെരുമ്പാവൂർ വഴി വലിയ വാഹന വ്യൂഹത്തിൽ തന്നെ അദ്ദേഹത്തെ ഈ സഭാ ആസ്ഥാന കേന്ദ്രത്തിൽ ചടങ്ങുകൾ നടക്കുന്ന ആസ്ഥാന കേന്ദ്രത്തിലേക്ക് എത്തിക്കും. അതിനുശേഷമാണ് മറ്റു ചടങ്ങുകൾ നടക്കുക. ഏതാണ്ട് 5 മണിയോടെ തന്നെ ഇത്തരത്തിൽ അനുമോദന ചടങ്ങുകൾ നടക്കും. ഈ അനുമോദന ചടങ്ങുകളിൽ അതായത് സാംസ്കാരിക, പൊതുമേഖല, രാഷ്ട്രീയം, കല, സാംസ്കാരിക തുടങ്ങിയ എല്ലാ മേഖലകളിലെയും പ്രമുഖരായ വ്യക്തികൾ പങ്കെടുക്കും എന്നും വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ അതിന് മുന്നോടിയായി ഇത്തരത്തിൽ 3:30 ഈ പാത്രിയാർക്ക സെന്ററിൽ നിന്നും ഈ സഭയുടെയൊക്കെ മുൻഗാമിയായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കബറടക്കിയിരിക്കുന്ന സെന്ററിലെത്തി അതായത് ധൂമ പുഷ്പാർച്ചനയൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും ഈ ഒരു സ്ഥാനാരോഹണം ഏറ്റുചടങ്ങുന്നതും സഭ അദ്ദേഹത്തെ അംഗീകരിക്കുന്നതും. അതായത് കാതോലിക്ക ബാവയെ മലങ്കര സുറിയാനി സഭ ഔദ്യോഗികമായി ഒരു അംഗീകരിക്കുന്ന ചടങ്ങുകൾ നടക്കും. അത് ഈ ചടങ്ങുകൾ 3 മണിക്കാണ് നടക്കുക. ഈ ചടങ്ങുകൾക്ക് ശേഷമാണ് ഈ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലെ 5 മണിക്കുള്ള പൊതുസമ്മേളനവും നടക്കുക. നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഈ സഭയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മെത്രാപ്പോലിത്തമാർ മറ്റു വിശ്വാസികളടക്കം വലിയൊരു സ്വീകരണമാണ് ഇന്ന് കൊച്ചിയിലെത്തുന്ന കാതോലിക്ക ബാവയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. മറ്റു ചടങ്ങുകളൊക്കെ അതിനുശേഷം നടക്കും. നിലവിൽ വിപുലമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ സഭ ഈ കാതോലിക്ക ബാവയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. ശരി സാരംഗ്, വളരെ വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഈ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഒരുക്കിയിട്ടുള്ളത്. സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്.